ഹായ്, അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പോൾ ഇപ്പോൾ കാലത്ത് തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിലോന് 100 രൂപ ആയിട്ട് കിട്ടിയ മീനാണ് കേട്ടോ. നല്ല ചൂട മീനാണ്, നല്ല ഫ്രഷ് മീനുമാണ്, നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമല്ലേ. കുഞ്ഞതാവുമ്പോഴാണ് നന്നാക്കാൻ പണിയല്ലേ. പിന്നെ കൂട്ടത്തിൽ 2 അയിലക്കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ അത് കൂട്ടാനൊക്കെ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട്. നല്ല മുളക് കറി ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ ദോശയ്ക്ക് പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ നീർദോശ ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. മീൻകറിയും നീർദോശയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അത് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചായയും പെട്ടെന്നാവണം. കാലത്ത് 7 മണിയാകുമ്പോഴത്തേനും അവൻ പോവും. അപ്പോഴത്തേനും അവനക്ക് ചായ കുടിച്ച് പോകണ്ടേ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചടപടാച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അധികം ആളൊന്നും ഇല്ലല്ലോ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അധികം വെളിച്ചമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നേരം വെളുത്ത് വരുന്നുള്ളൂ. പുറത്തൊക്കെ ഇപ്പോഴും ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണതാണ്. എന്നിട്ട് പിന്നെ കുക്കിങ്ങൊക്കെ തുടങ്ങണതാണ് കേട്ടോ. അത് കാരണം ക്ലിയറൊക്കെ കുറവുണ്ടാവും. അപ്പോൾ അത് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മൂടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കേട്ടോ. നമുക്ക് ദോശമൊന്ന് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു പിടുത്തുള്ള മൂടി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ കറിമേലായിരുന്നു അത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ മീനൊക്കെ ഒന്നും കൂടി കഴുകി ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം കറിയിൽ ഇട്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ കായക്കൊലയാണ് കേട്ടോ. അത് പഴുക്കാൻ വേണ്ടിയിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അതാണ് മേലെ ഒരു ഐറ്റം കാണുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും സ്കൂളൊക്കെ ആയാൽ പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഭയങ്കര പണിയല്ലേ. ഒരുവിധം എല്ലാ വീട്ടിലും എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ടാവുമല്ലേ. വീട്ടുപണികൾ എത്ര എടുത്താലും തീരില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അപ്പോൾ അത് ഞാനും അതുപോലെ കുറച്ച് ബിസിയാണ് കേട്ടോ. അപ്പോൾ തോന്നി ഒരു വ്ളോഗ് ചെയ്യാമെന്ന് തോന്നി. അതാണ് ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി പിടിച്ചത് കേട്ടോ. അപ്പോഴേ നമ്മളെ നീർദോശ നല്ല കനലില്ലാത്ത ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ദോശയാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് മീൻ കറി കൂട്ടി കഴിക്കാനും. പിന്നെ നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കറികളൊക്കെ തിളച്ചിട്ടുണ്ട്. കറി തിളച്ചിട്ടുണ്ട്. പിന്നെ മീൻ അതവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ കറിയിലിട്ട് കൊടുക്കാണ്ട്. പിന്നെ ഞാൻ ഉപ്പും പാത്രം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉള്ളി താളിച്ചിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ നമ്മളെ കറിക്ക്. നല്ലോണം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മുളക് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ ഉള്ളി വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ദോശയൊക്കെ ഒന്ന് മോനക്ക് സ്കൂളിൽ കഴിക്കാനുള്ളത് ആദ്യം ആക്കണം. പിന്നെ സ്കൂളിലേക്ക് അവൻ ദോശ തന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മോനക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നല്ല ദോശയും മീൻ മുളകിട്ടതും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഒരുവിധം മലയാളികൾക്കൊക്കെ ഈ കോമ്പിനേഷൻ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിംസ് വീട്ടിലാണ് കേട്ടോ അത് ഇങ്ങനെ ഈ നീർദോശ കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ളത്. മറ്റവർക്ക് അത് ഉഴുന്ന് ദോശയാണ് അവർ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാനും ഉഴുന്ന് ദോശ നന്നായി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് ഇതുമ്മ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാത്രത്തിലാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. മോനക്ക് സ്കൂളിലേക്കുള്ളതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവന് ഈ സ്കൂളത്തെ ചോറൊന്നും കഴിക്കില്ല. അതുപോലെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുപോകണോട് താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെയാണ് വെച്ചാൽ അവനതാണ് ഇഷ്ടം കേട്ടോ. ചിലതൊക്കെ ഒന്ന് ചെറുതായി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിച്ചെടുത്താണ് കേട്ടോ. പിന്നെ കറിയും മീൻ കറി തന്നെ കേട്ടോ അവന് കൊടുത്തേക്കണത്. മീൻ മുളകിട്ടാനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ നല്ലോണം ദോശ കഴിക്കും. മീൻ മുളകിട്ടതും ദോശയുണ്ടെങ്കിൽ അവന് ഭയങ്കര താല്പര്യമാണ്. അപ്പം അതുതന്നെയാണ് അവനക്ക് സ്കൂളിലേക്ക് ആക്കി കൊടുക്കണത് കേട്ടോ. ഇനി ഞാൻ അപ്പുറത്ത് കുക്കറിൽ കുറച്ച് മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ പഴക്കൊല വെട്ടിയപ്പോൾ ഉണ്ണിപ്പിണ്ടി കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് ഞാനവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് അരിക്കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുതിര വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഉണ്ണിപ്പിണ്ടിയും മുതിരയും കൂടി വെച്ചാൽ സൂപ്പറല്ലേ. പിന്നെ അത് 2 അയില ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ. അപ്പോൾ അതും കൂടി വറുത്തെടുക്കുകയാണ്. ഇനി ഇത് കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിന് അരി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറും കൂടി കൂട്ടത്തിൽ അങ്ങോട്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ പണിയും കഴിഞ്ഞല്ലോ.
നല്ല വേവുള്ള അരിയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ 2-3 ഫീസിലൊക്കെ അടിച്ചാൽ തന്നെ വേവുള്ളൂ. സാധാരണ നമുക്ക് ഒരു ഫീസിലടിച്ചാൽ ചോറ് സെറ്റാവാറുണ്ട് കേട്ടോ. ഇതൊരു 3 ഫീസിൽ കഴിഞ്ഞാൽ മാത്രമേ ചോറ് വേവുള്ളൂ. നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. സിങ്കിൽ പാത്രങ്ങളൊക്കെ അപ്പത്തിന് ലോഡായിട്ടുണ്ട് കേട്ടോ കഴുകാൻ. പിന്നെ ഒരുവിധം ഒതുക്കി വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ. പിന്നെ നിങ്ങൾ ടാപ്പിൻ്റെ മേലെ എന്താ നിറയെ കവറോളം ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, അത് ഈ മീനിൻ്റെ കവറൊക്കെയാണ് കേട്ടോ. അതൊന്ന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നതാണ്. നമ്മളെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരമൊക്കെ വിളിച്ചായി വന്നു കേട്ടോ. വിളിച്ചൊക്കെ വെച്ചു. അപ്പോൾ ഇതിന് എൻ്റെ ഒരു വിധമൊക്കെ ഒതുങ്ങി. മോന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് സ്കൂളിലേക്കുള്ളതാക്കി. ഇനിയിപ്പോൾ ഇത് ചോറ് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഇപ്പം മീനും വറുത്തില്ലേ, പിന്നെ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കും അതവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ടാപ്പിൻ്റെ ഉള്ളിൽ കരട് കുടുങ്ങിയിട്ടാ. അപ്പം ഞാൻ ഇതുപോലെ അഴിച്ചിട്ട് ആ കരടൊന്ന് കഴുകി കളയാറുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്പീഡൊക്കെ പോകും. അപ്പോൾ നമ്മൾ തന്നെ ആകെ തിരക്കിലാണ്. അപ്പോൾ പിന്നെ വെള്ളം സ്പീഡില്ലാതെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഊരിയിട്ട് ആ കരടണ്ട് കളയും. അപ്പോൾ സെറ്റ് ഔട്ടാ. അത് ഊരിയിട്ട് ആ പൈപ്പ് ഓണാക്കുക വെച്ചാൽ ഭയങ്കര സ്പീഡുമാണ്. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ലെവലിൽ ചെയ്താൽ പിന്നെ സിമ്പിളാവുമല്ലോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ പോവാണ്. പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞ് കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ട് കഴുകി വൃത്തിയായി ക്ലീൻ ആയാൽ പിന്നെ നമുക്ക് ഇത്തിരി സമാധാനമായിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കാലത്തത്തെ തിക്കും തിരക്കും ബഹളവും. സ്കൂളായാൽ പിന്നെ ആകെ തിക്കും തിരക്കും ബഹളമായല്ലേ. സ്കൂളില്ലാത്തപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാനൊക്കെ പറ്റും. സ്കൂളിൻ്റെ സമയമായാൽ പിന്നെ നമുക്ക് തിരക്ക് തന്നെയായി. പിന്നെ ട്യൂഷനും ഒക്കെ ഉള്ള കുട്ടികളാച്ചാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ മീനൊക്കെ അവിടെ വറുത്ത് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് ഗ്യാസ് സ്റ്റൗമ്മ വെച്ച് കൊടുക്കാം കേട്ടോ. അതവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ നമ്മൾ ഉണ്ണിപ്പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ സൂപ്പറായിരുന്നു. ഉപ്പേരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ട് അതും ഒരു ഫിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അത് തൂമിച്ചെടുക്കണം കേട്ടോ. ഞാനൊരു പഴക്കൊല പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ചാക്കിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ചാക്കില്ല, അപ്പോൾ ഞാൻ സഞ്ചി ഇട്ട് കൊടുത്താട്ടാ. പകുതി കവർ ചെയ്തിട്ടുള്ളൂ, കുറച്ച് ഭാഗം കവർ ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂട് ചോറുണ്ട്. പിന്നെ നല്ല മുളക് കറി ഉണ്ട് കേട്ടോ, ചൂട മുളക് ഇട്ടതുണ്ട്. പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ട് കേട്ടോ, ഉണ്ണിപ്പിണ്ടിയും മുതിരും കൂടി ഉപ്പേരി വെച്ചതുണ്ട്. പിന്നെ അയില വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊന്നും പണ്ടല്ലോ എൻ്റെ മക്കളെ, എന്താ ഒരു ടേസ്റ്റ്. നമ്മളെ ബിരിയാണി മന്തിയൊക്കെ മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.